Good morning, all. Morning. Good morning. Thank you. പ്രപഞ്ച സൃഷ്ടാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത് സീന മാം ആണ്. മാം ടീച്ചറാണ്, സൈക്കോളജിക്കൽ കൗൺസിലറാണ്. മാമിനെ വളരെ സ്നേഹത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Thank you. താങ്ക് യു മാം. താങ്ക് യു സജിന മാം. എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. നമ്മുടെ വിമ്പിളില് ഓരോ സെഷൻ അവതരിപ്പിക്കുമ്പോഴും അല്ലെ ഓരോ സെഷൻ പ്രസന്റ് ചെയ്യുമ്പോഴും വളരെ സന്തോഷമാണ്. സത്യത്തിൽ എൻ്റെ ഒരു നമ്മുടെ തറവാട്ടിൽ നമ്മൾ എത്തിച്ചേരുന്ന ഒരു അനുഭവം തന്നെയാണ് ഇവിടെ വന്ന് നമ്മൾ സെഷൻ എടുക്കുമ്പോൾ. കാരണം ഫൈസൽ സാറിൽ നിന്ന്, ഇതിന്റെ സാരഥിയായ ഫൈസൽ സാറിൽ നിന്നാണ് ട്രെയിനിങ് മേഖലയിലേക്ക് എത്തിയത്. അതുപോലെ തന്നെ ഒരു ട്രെയിനർ എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കി തന്നതും ഫൈസൽ സാറ് തന്നെയാണ്. അതിന്റെ നന്ദിയും സ്നേഹവും എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നു. അതോടൊപ്പം മോർണിംഗ് സർക്കിൾ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ വലിയൊരു ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് എങ്ങനെ വളരാം, അതുപോലെ തന്നെ ഒരുപാട് നല്ല കണക്ഷനുകൾ ഉണ്ടാക്കാനും ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും പറ്റിയ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹം നിറഞ്ഞ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ സെഷനിലേക്ക് കടക്കാം. എല്ലാവരും ഹാപ്പി അല്ലേ? നല്ല ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അതുപോലെ ഇന്നത്തെ ടോപ്പിക് എല്ലാവരും ശ്രദ്ധിച്ചോ? എന്തായിരുന്നു നമ്മുടെ ടോപ്പിക്കിന്റെ പേര്? ഐഡന്റിറ്റി ട്രാപ്പ് അല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നമ്മൾ 17 പേരുണ്ട്, 16 പേരുണ്ട്. നിങ്ങൾ ആരാണ് എന്ന ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ഉത്തരം നൽകുക? നിങ്ങൾ ആരാണ് ഒന്ന് പറയാൻ പറ്റുമോ ഓരോരുത്തർക്കും? അല്ലെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഞാൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താണ് പറയാ? എന്തായിരിക്കും പറയാ? എന്താണ് മാം? താങ്ക് യു. ഞാൻ കേൾക്കുന്നു. എങ്ങനാ? ആത്മാവാണ് ഞാൻ. ആത്മാവാണ് ഞാൻ. ഞാനൊരു ആത്മാവാണ്. താങ്ക് യു. അതുപോലെ വേറെ ആർക്കെങ്കിലും പേര് പറയാറുണ്ട്. പേര് പറയാറുണ്ട്. യെസ്, താങ്ക് യു ഷഹാന മാം. അങ്ങനെ നമ്മള് അല്ലെ പലരും പല കാര്യങ്ങളാണ് പറയാറുണ്ട്. പിന്നെ ജോബ് പറയാറുണ്ട് അല്ലെ. ഞാൻ ടീച്ചറാണ് പറയാറുണ്ട്. നമ്മള് പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ നമ്മൾ ഒന്ന് സംസാരിച്ച് രണ്ടാമത് നമ്മൾ പേര് ചോദിക്കും അല്ലെ. പേര് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ പെട്ടെന്ന് ചോദിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ അവിടെ നമ്മൾ പലതുമാണ്. അതായത് ആ ആളെ ഇവാലുവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് നോക്കിയിട്ട് ബാക്കിയുള്ള സ്റ്റെപ്പിലേക്ക് നീങ്ങാം, അങ്ങനെയൊക്കെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് പല ആളുകൾക്കുണ്ട്. എല്ലാവരും അങ്ങനെ ആവണമെന്നൊന്നുമില്ല, പക്ഷെ അത് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മൾ പറയാ ആരാണെന്ന് ചോദിക്കുമ്പോൾ നീ ടീച്ചർ അല്ലെങ്കിൽ ലോയർ അല്ലെങ്കിൽ നമ്മൾ പേര് പറയും. ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ നമ്മൾ നമുക്ക് കൊടുത്തിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ടാവും. നമ്മുടെ എന്താണ് ഞാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തർക്കും നമ്മൾ നൽകുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഞാൻ ഇന്നതാണ് അല്ലെ. അത് ഈ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? ഈ ഐഡന്റിറ്റി നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? അതായത് ഇവിടെ പറഞ്ഞു ഒന്നുകിൽ ടീച്ചറാണെന്ന് പറയുമ്പോൾ അവര് ആ ഒരു എഡ്യൂക്കേഷനിലൂടെ ടീച്ചിങ് കഴിഞ്ഞ് ആ ഒരു ജോബിലേക്ക് എത്തിപ്പെട്ടതിന് ശേഷമാണ് ഞാനൊരു ടീച്ചറാണ് എന്ന് പറയുന്നത് അല്ലെ. ഇങ്ങനെ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എടുത്തണിയുന്ന
ഒരു ലേബലാണ് ശരിക്കും. അതായത് നമ്മുടെ ജോലിപരമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഓരോരോ എന്താണ് ആക്ടിവിറ്റി ബേസ് ചെയ്തൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് നമ്മുടെ ലേബൽ അല്ലെ നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഈ ഐഡന്റിറ്റി യഥാർത്ഥത്തിൽ നമ്മുടെ എന്താണ് ലേബലായിട്ട് മാറുകയാണ്. ഇവിടെ ഞാൻ ചെറിയൊരു കഥ പറയാണ്. പണ്ട് കാലത്ത് ഒരു കുരങ്ങന്മാരെ പിടിക്കാൻ വേണ്ടി വേടന്മാര് ഒരു ചെറിയ ടെക്നിക്ക് പ്രയോഗിക്കാറുണ്ടായിരുന്നു. അതായത് ഒരു കുപ്പിയില് എന്തെങ്കിലും മധുര പലഹാരങ്ങളോ കടലയോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനം കുപ്പിയിലിട്ട് വെക്കും. അത് കണ്ടിട്ട് കുരങ്ങന്മാർ വന്നിട്ട് കുരങ്ങന്മാർ പതുക്കെ കൈയിടും. ആ കൈയിട്ടിട്ട് അവിടെ എന്താണ് കടലയോ അല്ലെങ്കിൽ മധുര എന്തെങ്കിലും പലഹാരങ്ങളാണെങ്കിൽ അതങ്ങനെ പിടിക്കും. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ കുരങ്ങന് ആ കുപ്പിയിൽ നിന്ന് ഇത് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. അങ്ങനെ സാധിക്കാതെ വരുമ്പോൾ എന്തായിരിക്കും സത്യത്തില് ആ എന്താണോ അതിലുള്ളത്, കടലയാണെ കടല അതങ്ങോട്ട് ഓപ്പൺ ആയിട്ട് കഴിഞ്ഞാല് ഈ കുപ്പിയിൽ നിന്ന് ആർക്ക് ആ കൈയെടുക്കാം? കുരങ്ങന് കൈയെടുക്കാം. പക്ഷെ കുരങ്ങന്മാര് അത് എത്ര ശ്രമിച്ചാലും അവർക്ക് ആ കിട്ടിയ സാധനം അവർ പിടിവിടാതെ അവരങ്ങനെ ബലമായിട്ട് പിടിക്കും. അതുകൊണ്ട് തന്നെ ആ കുപ്പിയിൽ നിന്ന് അവർക്ക് സ്വന്തം കൈ പിൻവലിക്കാൻ കഴിയാതെ അല്ലെ കൈ എടുത്തു മാറ്റാൻ കഴിയാതെ അവര് ട്രാപ്പിലാവുന്ന അവസ്ഥയാണ്. അങ്ങനെ ഒരു ടെക്നിക്ക് പ്രയോഗിച്ചുകൊണ്ടാണ് കുരങ്ങന്മാരെ വേടന്മാര് പിടിക്കാറുണ്ടായിരുന്നത് പണ്ട് കാലത്തൊക്കെ. അങ്ങനെ അതായത് ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് ഈ ഒരു കുപ്പിയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാമായിരുന്നു. അവർ തന്റെ കയ്യിലുള്ള അല്ലെ എന്താണോ ആ കയ്യിലുള്ളത് അത് ഒഴിവാക്കിയാൽ. പക്ഷെ അത് അവർക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ എന്താണ് കുരങ്ങന്മാർ ട്രാപ്പിൽ ആവാറുണ്ടായിരുന്നു. ഇതേപോലെ നമ്മളൊക്കെ നമ്മുടെ കുട്ടിക്കാലം മുതൽ നമ്മള് ചില ലാബിൽ അല്ലെ ചില ഐഡന്റിറ്റികൾ നമ്മൾ സ്വയം അണിയാണ്. ചില ആളുകൾ പറയാറുണ്ട്, നീ എന്താണ് വളരെ ജയിക്കുന്ന. രണ്ട് രീതിയിലുണ്ട് നമുക്ക് ഈ ഐഡന്റിറ്റി വരുന്നത്. ഒന്ന് നമ്മൾ എന്താണ് എല്ലായ്പ്പോഴും ജയിച്ച് അല്ലെ ഞാൻ ജയിക്കുന്നവനാണ് എന്നുള്ള തോന്നലുകൾ. അതോടൊപ്പം തന്നെ ചിലത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നീ ഒന്നിനും കൊള്ളാത്തവനാണ്, അല്ലെങ്കിൽ നിനക്ക് എന്താണ് ജീവിതത്തിൽ നീ എന്ത് ചെയ്താലും പ്രശ്നത്തിലേക്ക് എത്തിപ്പെടുന്നതാണ്, അല്ലെങ്കിൽ നിനക്ക് കണക്കറിയില്ല, അല്ലെങ്കിൽ നീ ഒരു നല്ല എന്താണ് നിനക്ക് വളരെ വലിയൊരു അല്ലെ കമ്മ്യൂണിക്കേഷൻ അറിയില്ല. അങ്ങനെയുള്ള പല പല ഐഡന്റിറ്റികൾ നമ്മൾ ഒന്നെങ്കിൽ ആളുകൾ പറഞ്ഞിട്ടോ അല്ലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൂടെയോ നമ്മൾ എടുത്ത് നമ്മൾ സ്വയം തന്നെ നമ്മൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ ഒരു ലേബൽ നമ്മൾ അല്ലെ ഒരു ഐഡന്റിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടാറുണ്ട്. അങ്ങനെ ഇത്തരം ഞാൻ ഇന്ന ആളാണ് എന്ന ചിന്തകള് നമുക്ക് ചുറ്റും എന്താണ് ഒരു അദൃശ്യമായിട്ടുള്ള ഒരു കൂട് തന്നെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഒരു എന്താണ് അദൃശ്യമായിട്ടുള്ള ആ ഒരു കൂടിനെയാണ് നമ്മൾ ഐഡന്റിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്. ഇന്ന രീതിയിൽ ഞാൻ ഇന്ന ആളാണ്. ചില ആളുകൾ നമ്മള് നിത്യമായിട്ട് ജീവിതത്തിലൊക്കെ ഇത് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് എന്താണ് ലേഡീസൊക്കെ ഞാനൊരു സൂപ്പർ ഹീറോ ആണ്, അല്ലെ ഞാൻ എന്തും ചെയ്തു കൊടുക്കാൻ പറ്റിയ ആളാണ് എന്ന് വിചാരിച്ചിട്ട് എല്ലാത്തിനും ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും നോ എന്ന് പറയാതെ അത് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അത് ചെയ്തു കൊടുക്കും. കാരണം ആളുകൾക്ക് അതായത് നമ്മൾ ചെയ്തു കൊടുക്കുമ്പോ ഒക്കെ നല്ല കാര്യം, ചിലപ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാവാം, ഒക്കെ ആയിരിക്കാം. പക്ഷെ ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് പിന്നീട് നമ്മൾ എന്താക്കും, ചിലപ്പോൾ നമുക്ക് അത്ര ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ഹെൽത്തി അല്ലാത്ത കണ്ടീഷനിൽ പോലും നമ്മൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും നമ്മൾ ആ ഒരു എന്താണ് അല്ല എനിക്ക് വളരെ പവർഫുൾ ആണ്, എനിക്ക് ഇതൊക്കെ സാധിക്കും എന്നുള്ള രീതിയിൽ നമ്മളെല്ലാം ഏറ്റെടുത്ത് തലയിൽ വെക്കാറുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇതൊക്കെ നമ്മുടെ ഐഡന്റിറ്റിയെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ പറയുന്ന ഈ ഐഡന്റിറ്റി ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ തന്നെ നമുക്ക് നൽകുന്ന ഒരു ലേബലാണ് ഐഡന്റിറ്റി ട്രാപ്പ്. അത് നമ്മുടെ ജീവിതത്തിൽ പിന്നീട് ഒരു നിയമമായി അല്ലെങ്കിൽ അത് നമ്മൾ തന്നെ നിയമമായിട്ട് അത് മാറ്റുന്ന അവസ്ഥയാണ്. ഞാൻ എന്താണ് ഇങ്ങനെയൊക്കെ ആണ് എന്ന് നമ്മൾ സ്വയം അങ്ങ് കരുതും. ഞാൻ ഇത്രയും അല്ലെ ഒന്നുകിൽ നമ്മൾ അത് പോസിറ്റീവായിട്ടും പറയാറുണ്ട്, നമ്മൾ വളരെ പവർഫുൾ ആണ്, അല്ലെങ്കിൽ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്. ഈ രണ്ട് രീതിയിലും നമുക്ക് ഐഡന്റിറ്റി ട്രാപ്പ് വരാറുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും
മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും ഈ ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒരു അറ്റോമിക് ഹാബിറ്റ്സ് എന്നുള്ള ബുക്കിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ബുക്കാണ്. ആ ബുക്ക് എഴുതിയത് ജെയിംസ് ക്ലിയർ എന്ന് പറഞ്ഞ ഓഥറാണ്. ഇതിൽ നമ്മളുടെ നിരന്തരമായിട്ടുള്ള നമ്മുടെ ഹാബിറ്റ്, അല്ലെങ്കിൽ ഇതിൽ പറയുന്നത്, ഈ ഒരു ബുക്കിൽ അദ്ദേഹം ഐഡന്റിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഐഡന്റിറ്റിയുമായി ഒരു ചിന്ത എത്രത്തോളം ആഴത്തിൽ ഉറച്ചു പോയോ അത്രത്തോളം തീവ്രമായി നിങ്ങൾ അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നാണ്. നമ്മൾ ഒരു ഞാൻ ഇന്നതാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാല് പിന്നീട് നമ്മളുടെ ആ ഒരു ഐഡന്റിറ്റി ആ ഒരു ലെവലിലേക്ക് എത്താല് ആ ഐഡന്റിറ്റി നമ്മൾ തന്നെ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ നിരന്തരമായി ശ്രമിച്ചു കൊണ്ടിരിക്കും എന്ന് ജെയിംസ് ക്ലിയർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഐഡന്റിറ്റി നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നിലനിർത്താൻ വേണ്ടി പിന്നീട് നമ്മൾ നല്ലതാണെങ്കിൽ അതിന് അത്രത്തോളം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് അത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഈ ഐഡന്റിറ്റി ട്രാപ്പിന് യഥാർത്ഥത്തിൽ 2 വശങ്ങളുണ്ട്. ഒന്ന് നമ്മൾ പറയുകയാണെങ്കിൽ നെഗറ്റീവ് ഐഡന്റിറ്റി ആണ്. ഈ നെഗറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, കുട്ടിക്കാലത്തെ ചില കുട്ടികളിലൊക്കെ ഇപ്പോൾ ഒരു പഠിക്കുന്ന കാലത്ത് നീ കണക്കറിയാത്തവനാണ്, അല്ലെങ്കിൽ നിനക്ക് ഇന്നത് ചെയ്യാൻ കഴിയില്ല എന്ന് സ്വയം ഏറ്റെടുത്ത് അവര് തലയിൽ വെക്കാറുണ്ടല്ല, മറ്റുള്ളവർ പറഞ്ഞു കേട്ടതിൽ നിന്ന് അങ്ങനെ ഒരു നെഗറ്റീവ് ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിയായിട്ട്, അല്ലെങ്കിൽ പറയാണ് നിനക്ക് ക്രിയേറ്റീവായിട്ട് ഒന്നും ചെയ്യാൻ കൊള്ളാത്ത ആളാണ് നീ. അപ്പോഴത് മനസ്സിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു ഞാൻ അങ്ങനെ തന്നെയാണ് എന്ന ഒരു ഐഡന്റിറ്റി ആ കുട്ടിയിലേക്ക് വരികയും അത് ആ കുട്ടി വളരും തോറും ആ ഐഡന്റിറ്റിയിലേക്ക് തന്നെ പോവാറുമുണ്ട്. അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഐഡന്റിറ്റി ട്രാപ്പാണ്. ഇതേപോലെ തന്നെ എന്തുണ്ടാവാറുണ്ട്? പോസിറ്റീവ് ഈഗോ ട്രാപ്പ് ഉണ്ടാവാറുണ്ട്. പോസിറ്റീവ് ഈഗോ ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകളുണ്ട് ഞാൻ പെർഫെക്റ്റ് ആണ്, ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഞാൻ പെർഫെക്റ്റ് ആണ്, അതുപോലെ തന്നെ ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ യാതൊരു മിസ്റ്റേക്കും വരുത്തില്ല. അപ്പൊ ഇങ്ങനെ ഒരു സ്വയം അല്ലെങ്കിൽ ഞാനൊരു ഡോക്ടറാണ്, അല്ലെ ടീച്ചറാണ്, അല്ലെ ഞാൻ ഇന്ന പൊസിഷനാണ്, അപ്പൊ എനിക്ക് ഒരാളോടും എന്താക്കാൻ കഴിയില്ല, ഒന്നും ചോദിച്ച് അല്ലെ ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം ഞാൻ അറിയും, അല്ലെ എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു പോസിറ്റീവ് ഈഗോ ലെവലുള്ള ആളുകളുണ്ട്. ഈഗോ ട്രാപ്പ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പൊ ഇത്തരം ആളുകൾക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവർക്ക് ചെയ്യുമ്പോൾ അവർക്കത് മറ്റുള്ള ആളുകളോട് ആ കാര്യത്തെക്കുറിച്ച് ചോദിക്കാൻ പോലും മടിയായിരിക്കും. കാരണം ഞാനെല്ലാം തികഞ്ഞ ആളാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവർക്കത് തെറ്റു പറ്റുമോ എന്ന് ഭയന്നുകൊണ്ട് ഇവർ പലപ്പോഴും പുതിയൊരു കാര്യങ്ങൾക്ക് വേണ്ടി ഇവര് മുതിരാറുമില്ല. അപ്പൊ ശരിക്കും അതും ഒരു ട്രാപ്പായിട്ട്, ഐഡന്റിറ്റി ട്രാപ്പായിട്ട് അവരിൽ ഉണ്ടായി മാറും. അതായത് അവർക്ക് പുതിയ കാര്യങ്ങൾ ഇതിൽ നിന്ന് അഥവാ ഞാൻ ചെയ്തു പോയാൽ ഈ ഒരു പോസിറ്റീവ് ലെവൽ നല്ലൊരു ഐഡന്റിറ്റിയിൽ നിന്ന് ഞാൻ താഴ്ന്നു പോകുമോ എന്നുള്ള ഭയം കാരണം അവർ പുതിയ കാര്യങ്ങൾക്കോ അല്ലെ മറ്റുള്ളവരോട് പലപ്പോഴും ഒരു ഹെൽപ്പ് ചോദിക്കാൻ പോലും മടിക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പൊ ഇത്തരം 2 വശങ്ങളാണ് ഈ ഐഡന്റിറ്റി ട്രാപ്പിനുള്ളത്. നമ്മൾ എന്താണോ ആ ഒരു ഐഡന്റിറ്റി ട്രാപ്പ് എന്നാണ് ഇതിനെ നമ്മൾ പറയാറുള്ളത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ഐഡന്റിറ്റി നമ്മൾ ഇങ്ങനെ കൊണ്ട് നടക്കുമ്പോൾ അത് വളരെ നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചൈനീസ് തത്വചിന്തകനായ ലാവോസയുടെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത്, ഈ ഞാൻ ആരാണോ എന്ന ചിന്ത നമ്മൾ എപ്പോഴാണോ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നത് അപ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് ആരാകണം അല്ലെ ആ ഒരു ലെവലിലേക്ക് നമ്മൾ മാറുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എന്തെങ്കിലും ഒരു ഭാരം ഈ കുരങ്ങൻ കയ്യിൽ കുപ്പിയിൽ കൈയിട്ട സമയത്ത് ആ കടല പിടിച്ചു വെച്ച് അല്ലെ ആ മധുരപലഹാരം പിടിച്ചു വെച്ച് അതിലിങ്ങനെ നിന്നതുപോലെ തന്നെ ഈ ഐഡന്റിറ്റിയിൽ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കൊരു ഭാരമായി മാറുന്നു എന്നതാണ് ഇദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നത്.
അപ്പൊ ഇത്തരത്തിലുള്ള ഐഡന്റിറ്റി ട്രാപ്പ് നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് തന്നെ അത് ബുദ്ധിമുട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഐഡന്റിറ്റി ട്രാപ്പ് നമുക്ക് എങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാം? ഈ ഐഡന്റിറ്റി ട്രാപ്പിന് ഉണ്ടാവുന്ന എന്താണ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം അവസ്ഥകളിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം? പലപ്പോഴും ഐഡന്റിറ്റി ട്രാപ്പ് നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് രക്ഷപ്പെടാം എന്ന് നമുക്ക് നോക്കാം. അതിന് നമ്മൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഐഡന്റിറ്റി ട്രാപ്പ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ആദ്യം നമ്മൾ 3 സ്റ്റെപ്പിലൂടെ നമുക്ക് ഐഡന്റിറ്റി ട്രാപ്പിനെ ഇല്ലാതാക്കാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മള് ഈ എന്താണ് ഞാൻ എന്നുള്ള ആ ഒരു അവസ്ഥ, അതായത് ഞാൻ എന്നുള്ള ചിന്തകളാണ് നമ്മൾക്ക് ഏറ്റവും പ്രയാസം ഉണ്ടാക്കുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ ചിന്തിക്കും ഞാൻ ആരാണ്, അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ആ ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ ഒഴിവാകാൻ ശ്രമിക്കുക. അതായത് ഞാൻ എന്നുള്ള ആ ഒരു ചോദ്യത്തിൽ നിന്ന്, ഞാൻ ആരാണ് എന്നുള്ള ആ ഒരു ചോദ്യം, അതിൽ നിന്ന് നമ്മളെ എന്താക്കണം, അതായത് അയാം എന്ന് എന്ത് കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയുമ്പോഴും ഞാൻ എന്നുള്ള ആ ഒരു വേർഡ് നമ്മൾ പതുക്കെ ഒഴിവാക്കേണ്ടതുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ എന്താണ് അത് നമ്മുടെ ഉപബോധം, എന്തുകൊണ്ടാണ് അത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇപ്പൊ ഞാൻ ഇന്നതാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുക്കും. നമ്മൾ അതാവാൻ വേണ്ടി നമ്മൾ അത് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ഇന്നതാണെന്ന് നമ്മൾ സ്വയം പറയുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ആ ഒരു ഞാൻ എന്നുള്ള അല്ലെ അയാം എന്നുള്ള ആ ഒരു വേർഡ് നമ്മൾ മാക്സിമം നമ്മൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈ ഐഡന്റിറ്റി ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട മെത്തേഡ് അതാണ്. രണ്ടാമത്തത്, നമ്മുടെ ഒരു മാർഷൽ ആർട്ടിസ്റ്റും ആക്ടറും ഒക്കെ ആയ ബ്രൂസ്ലിയുടെ ഒരു പ്രധാന കോട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് വെള്ളത്തെ പോലെ ആവുക എന്നാണ്. എന്താണ് അതായത് ജസ്റ്റ് ലൈക്ക് ബി വാട്ടർ. എന്താണ് ഈ വാട്ടറിന്റെ പ്രത്യേകത? വെള്ളത്തിന് എന്താണ് പ്രത്യേകത ഉള്ളത്? എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ വെള്ളത്തിന്? വെള്ളത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, വാട്ടർ ഈസ് എ യൂണിവേഴ്സൽ സോൾവെന്റ് എന്നും, അല്ലേ? ആർക്ക് എന്തോന്ന് പറയുന്നുണ്ടോ തോന്നുന്നു, കേൾക്കുന്നില്ല. അപ്പോഴ് അല്ലെ വെള്ളത്തെ കുറിച്ച്. പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിന്റെ മറ്റൊരു പ്രത്യേകത, നമ്മൾ ഈ വെള്ളത്തിന് ഒരു യഥാർത്ഥത്തിൽ ഒരു ആകൃതി ഉണ്ടോ? ഇല്ലല്ലോ. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളിപ്പോ ഞാൻ അതൊരു ബോട്ടിലേക്ക് ഒഴിച്ചു, ആ ബോട്ടിലിന്റെ ഷേപ്പാണ് ആ വെള്ളത്തിന് ഉണ്ടാവുന്നത്, അല്ലെ? അതുപോലെ നമ്മൾ ഏത് പാത്രത്തിലാണോ ആ വെള്ളം എടുക്കുന്നത് അതിന്റെ ആകൃതിയിലാണ് വെള്ളം. താങ്ക് യു ഷഹാന മാം. ഫ്ലെക്സിബിൾ ആണ്, അല്ലെ? അതും ഒരു പോയിന്റ് തന്നെയാണ്. വാട്ടറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മൾ ഏതെങ്കിലും പാത്രത്തിലേക്ക് ഒഴിച്ചാൽ ആ പാത്രം ഏത് ആകൃതിയാണോ അതേ ഷേപ്പിലാണ് ആ വാട്ടർ നിൽക്കുന്നത്, അല്ലെ? അതേപോലെ ഈ വെള്ളത്തിന് ഏറ്റവും വലിയ പ്രത്യേകത അത് ഫ്ലെക്സിബിൾ നേച്ചർ ആണ്, അല്ലെ? അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നമ്മൾ എന്തുപോലെ ആവുക, ഒരു വെള്ളത്തിനെ പോലെ, അല്ലെ, ഫ്ലൂയിഡ് ഐഡന്റിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയണം എന്നാണ്. അതായത് ഒരു യഥാർത്ഥത്തിൽ നമ്മൾ ഒരു പാത്രത്തിലെ വെള്ളം പോലെ ആവുക. നമ്മളത് ഏത് രീതിയിലാണോ ആ രീതിയിലേക്ക് മാറാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അതുപോലെ മൂന്നാമത്തത്, ഈ നെഗറ്റീവ് ട്രാപ്പിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള മറ്റൊരു ഐഡന്റിറ്റി ട്രാപ്പിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള മറ്റൊരു മെത്തേഡ് അൺലേണിംഗ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ലേണിംഗ് നല്ലതാണ്, പക്ഷെ അൺലേണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്നതിനേക്കാൾ നമുക്ക് പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ ഏതെങ്കിലും തെറ്റായ കാര്യം പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത്
മറക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. മനുഷ്യനെ സംബന്ധിച്ച് എന്തെങ്കിലും നമുക്ക് ചെറുപ്പകാലത്ത് ഒരു തെറ്റായ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തെറ്റായ ഒരു പഠനം, അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കി, പക്ഷെ അത് ഒഴിവാക്കുക എന്നുള്ളത് വളരെ വലിയൊരു ടാസ്ക് ആണ്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്നാണ്. ലേണിംഗ് നല്ലതാണ്, പക്ഷെ ചില കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചാല് അത് അൺലേണിംഗ് നടത്തി നമ്മൾ അത് ഒഴിവാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും നമുക്ക് വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് അറിവ് സമ്പാദിക്കും. എന്നാൽ അതേ സമയം ചില ലേബലുകൾ നമുക്ക് എടുത്തു കളയണമെങ്കിൽ അതിന് നമുക്ക് വിസ്ഡമാണ് വേണ്ടത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. നമുക്ക് ഈ അൺലേണിംഗ് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് തെറ്റായ എന്തെങ്കിലും ആശയങ്ങൾ നമ്മളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ അൺലേണിംഗ് പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനെ 3 മെത്തേഡിലെ 3 സ്റ്റെപ്സിലൂടെ നമുക്ക് ഐഡന്റിറ്റി ട്രാപ്പ് നമുക്ക് ഒഴിവാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത മറ്റൊരു സ്റ്റോറി കൂടെ പറയാം. അതായത് ജപ്പാനിലെ ഒരു ശില്പിയായിരുന്നു ഹട്ടാച്ചി എന്ന് പറഞ്ഞ ശില്പി. അദ്ദേഹം ഒരുപാട് മരപ്പാവകളും അതുപോലെ തന്നെ ശില്പങ്ങളും ഉണ്ടാക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ ഒരിക്കൽ അദ്ദേഹം നല്ല ഒരു ശില്പം ഉണ്ടാക്കണം. അതില് ദയ, ദേഷ്യം, ഇങ്ങനെ പല രൂപങ്ങള് ഒരുമിച്ച് ചേർത്തിട്ടുള്ള ഒരു ശില്പമായിരുന്നു. അങ്ങനെ ഒരു മുഖംമൂടി അദ്ദേഹം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ആ ഒരു മുഖംമൂടി അദ്ദേഹം ഒന്ന് വെച്ച് നോക്കി. അദ്ദേഹത്തിന് അതൊരു പ്രത്യേക ഒരു മാസ്ക് ആയിരുന്നു. അങ്ങനെ വെച്ച് അദ്ദേഹം ഉറങ്ങിപ്പോയി. അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റപ്പോഴ് അദ്ദേഹത്തിന് പിന്നെ എത്ര ശ്രമിച്ചിട്ടും ആ മാസ്ക് എടുത്തു മാറ്റാൻ സാധിക്കുന്നില്ല. അതായത് രാത്രി കിടന്നുറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ അദ്ദേഹത്തിന് ആ മാസ്ക് എടുത്തു മാറ്റാൻ സാധിക്കാതെ വന്നു. എത്ര നിലവിളിച്ചിട്ടും അദ്ദേഹത്തിന് എന്ത് കഴിയുന്നില്ല? ആ മാസ്ക് ഊരി എറിയാൻ കഴിയുന്നില്ല. ഇതേപോലെയാണ് നമ്മളിൽ പലരും. ചില മാസ്കുകൾ നമ്മൾ അണിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചില ഐഡന്റിറ്റികൾ നമ്മളിലേക്ക് എത്തിപ്പെട്ടു കഴിഞ്ഞാൽ അത് ഒരിക്കലും നമുക്ക് അഴിച്ചു വെക്കാനോ അത് മാറ്റാനോ നമുക്ക് സാധിക്കാറില്ല. അത് പലപ്പോഴും നമുക്ക് തന്നെ ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട് എന്നതും വളരെ വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നെഗറ്റീവായിട്ടുള്ള ഐഡന്റിറ്റികളൊക്കെ വന്നു കഴിഞ്ഞാൽ, ചിലത് പോസിറ്റീവായിട്ടുള്ള ഐഡന്റിറ്റിയും പലപ്പോഴും നമുക്ക് വെല്ലുവിളി തന്നെയാണ്. ഇതിന് ഏറ്റവും പ്രധാന എക്സാമ്പിളാണ് നമ്മളെ സ്ത്രീകളെ സംബന്ധിച്ച്. സ്ത്രീകൾ പലപ്പോഴും എല്ലാം ഞാൻ ചെയ്യും എന്നുള്ളതിൽ ഒരു സൂപ്പർ ഹീറോ ആവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ട്. എല്ലാവരിൽ നിന്നും നല്ല വാക്കുകൾ കേൾക്കാൻ വേണ്ടി ഞാൻ എന്തിനും ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ ആരെന്ത് പറഞ്ഞാലും ഏറ്റെടുത്ത് ചെയ്യുകയും നോ എന്ന് പറയാനുള്ള മടി കാരണം നമ്മൾ എല്ലാം ഒഴിവാക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾക്ക് ഇതെന്താവാണ്? ഒരു ഭാരമായിട്ട് മാറും, ബേർഡൻ ആവാറുണ്ട്. കാരണം ചിലപ്പോഴും നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതൊന്നും വകവെക്കാതെ നമ്മൾ ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കും. പിന്നീട് അവസാനം നമ്മൾ എന്തെങ്കിലും വയ്യാതെ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ തന്നെ ഏറ്റെടുക്കലെ നമ്മുടെ തലയിലേക്ക് തന്നെ അല്ലെങ്കിൽ അതിന് പിന്നെ നമുക്ക് വേറെ ആരും ഉണ്ടാവണമെന്നില്ല. ആദ്യം നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഹെൽത്ത് ആണ്. അത് നമ്മൾ നോക്കാതെ ഞാനൊരു സൂപ്പർമാൻ ആണ് എന്നുള്ള ഒരു ലെവലിൽ നമ്മൾ ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കും. അതായത് അത് നമ്മൾ നേരത്തെ നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഐഡന്റിറ്റി നമുക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ് നമ്മളെ അതിന് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥ പലപ്പോഴും എനിക്ക് തോന്നുന്നത് ലേഡീസിനുണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ ജോലി സ്ഥലത്ത് പല ആളുകൾക്കും ഇത്തരം കാര്യങ്ങള് അനുഭവിക്കാറുണ്ട്. അപ്പൊ അവര് എല്ലാ കാര്യത്തിനും അവരെ തന്നെ ബോസ് അവരെ തന്നെ ഏൽപ്പിക്കും. അത് ആദ്യം അവര് എൻജോയ് ചെയ്യും. ആ ഐഡന്റിറ്റി ഒക്കെ നല്ല അപ്രീസിയേഷൻ കേൾക്കും. പക്ഷെ പിന്നീട് ഏതെങ്കിലും സിറ്റുവേഷനിൽ അവർക്ക് അത് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് അവർക്ക് തന്നെ ഒരു ചീത്തപ്പേരിലേക്ക് എത്തിക്കും. പണ്ട് നീ അങ്ങനെ ആയിരുന്നല്ലോ, ഇന്നെന്താ നീ ഇങ്ങനെ ആയത് എന്നുള്ള ഒരു ചോദ്യം നമ്മൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് ചില പോസിറ്റീവ് ഐഡന്റിറ്റി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്, അതേപോലെ തന്നെ നെഗറ്റീവ് ഐഡന്റിറ്റി. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഐഡന്റിറ്റിയെ നമുക്ക്
ഐഡന്റിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത് ഇത്തരം ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ഈ ഐഡന്റിറ്റി ട്രാപ്പിൽ നിന്ന് നമുക്ക് ഒഴിവാകണമെങ്കിൽ നമ്മൾ ഈ 3 മെത്തേഡുകൾ ഞാൻ പറഞ്ഞത് പ്രാക്ടീസ് ചെയ്യണം. അയാം എന്നുള്ള വേർഡ് നമ്മൾ ജീവിതത്തിൽ നിന്ന് എപ്പോഴും ജീവിതത്തിൽ പ്രയോഗിക്കാതിരിക്കുക. രണ്ടാമത്തെ നമ്മള് ജസ്റ്റ് ലൈക്ക് ലൈക്ക് ബി വാട്ടർ, വെള്ളത്തെ പോലെ ഒരു ഫ്ലൂയിഡ് നേച്ചറിലേക്ക് നമ്മൾ മാറുക. തേർഡ്, നമ്മൾ അൺലേണിംഗ് പ്രാക്ടീസ് ചെയ്യുക. ഈ 3 മെത്തേഡിലൂടെ നമുക്ക് ഐഡന്റിറ്റി ട്രാപ്പിനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ടെക്നിക്സും കൂടെ ഉപയോഗിക്കാം. നെഗറ്റീവ് ആയിട്ടുള്ള ചില ഐഡന്റിറ്റികൾ ഉണ്ട്. ചില ആളുകൾ പറയാറുണ്ട്, ഞാനൊരു നാട്ടിൻ പുറത്തുകാരൻ, അല്ലെ ഞാൻ ഇന്ന രീതിയിലാണ്, അതുകൊണ്ട് എനിക്ക് വലിയ ഉയരങ്ങളിലേക്ക് അല്ലെ എനിക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല. അതുപോലെ ചില ആളുകൾ പറയും, എൻ്റെ മൈൻഡ് വളരെ സോഫ്റ്റ് മൈൻഡാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ എനിക്കൊരു ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നും നടത്താൻ സാധിക്കില്ല. അപ്പോൾ എനിക്കൊരു കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയാൻ സാധിക്കില്ല, ആ ഒരു പൊസിഷനിലേക്ക് എനിക്ക് എത്താൻ സാധിക്കില്ല. അങ്ങനെയൊക്കെ തെറ്റായ കാര്യങ്ങൾ മനസ്സിൽ ലാബിൽ ചെയ്ത് വെക്കുന്ന ആളുകളുണ്ടാവും. അവർ ചെയ്യേണ്ടത് ഒരു പേപ്പർ എടുത്തുകൊണ്ട് അവരെന്ത് ചെയ്യുക, അവരുടെ എന്താണോ അവർക്കുള്ള ആ ഒരു തെറ്റായ ലേബൽ, അതിൽ നിന്ന് അവർക്ക് ഒഴിവാകണമെങ്കിൽ അവരൊരു പേപ്പർ എടുത്ത് അതിൽ ആദ്യം എഴുതി വെക്കുക. എന്നിട്ട് അതിന് ശേഷം അവരെന്ത് ചെയ്യുക, രണ്ടാമത് അവർ വീണ്ടും ആ പേപ്പർ എടുത്ത്, അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ പറയാം, ടെക്നോളജി എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല, അല്ലെ ടെക്നിക്കലി ഞാൻ വളരെ വീക്കാണ്. അതാണ് നമ്മുടെ ഒരു നെഗറ്റീവായിട്ടുള്ള നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുത്ത ലേബലെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ അത് എഴുതി വെക്കുക. അതിനുശേഷം സെക്കൻഡ് പേപ്പറിൽ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എനിക്ക് ഇതുവരെ ആദ്യത്തതിൽ നമ്മൾ എനിക്ക് ടെക്നോളജി അറിയില്ല എന്നുള്ളത് നമ്മൾ ഒരിക്കലും അറിയില്ല എന്നുള്ളതിലല്ല നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എഴുതി വെക്കേണ്ടത്. നമ്മൾ എഴുതി വെക്കേണ്ടത് എനിക്ക് ടെക്നോളജിയെ കുറിച്ച് കൂടുതൽ അറിയണം, അങ്ങനെ രീതിയിലേക്ക് നമ്മൾ മാറ്റണം. അതായത് ഒരു കാര്യം നമ്മൾക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ബ്രെയിൻ അത് ഏറ്റെടുക്കും. പിന്നെ നമ്മൾ അത് ശ്രമിച്ചു കഴിഞ്ഞാലും നമുക്കത് മാറ്റാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ വണ്ടി ഓടിക്കുന്ന കാര്യത്തിലൊക്കെ അങ്ങനെ ലൈസൻസ് എടുത്തിട്ടും വണ്ടി ഓടിക്കാതിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവിടെ അവർക്ക് അത് സാധിക്കില്ല എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് മനസ്സിൽ അങ്ങനെ സെറ്റ് ചെയ്തതുപോലെയാണ്. അത് അവരിങ്ങനെ പറയുമ്പോൾ അത് തന്നെയായിരിക്കും അവരുടെ ബ്രെയിനിൽ വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ പോലും എനിക്ക് ഇത് ഇപ്പോൾ സാധിക്കുന്നില്ല, അല്ലെ ഞാൻ അത് ശ്രമിക്കും, ഒരു പുതിയ ടെക്നോളജിയെ കുറിച്ച് എനിക്ക് പഠിക്കേണ്ടതുണ്ട്, ആ ഒരു ലെവലിലേക്ക് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് രണ്ടാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനു വേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ അതാണ് ശ്രമിക്കേണ്ടത്. അങ്ങനെ തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യത്തെ നമ്മൾ പറ്റില്ല എന്നുള്ള ആ ഒരു ചെറിയൊരു നെഗറ്റീവ് വരുന്നത് നമ്മൾ ആ പേപ്പർ കീറിക്കളയുക. അതോടുകൂടെ നമ്മൾ എന്ത് ചെയ്യുക, മൂന്നാമത്തെ സ്റ്റെപ്പിൽ ആ ഒരു തോട്ട്സ് തന്നെ നമ്മുടെ മൈൻഡിൽ നിന്ന് എടുത്തു കളയുക. എനിക്ക് ചെയ്യാൻ പറ്റും, ഇതുവരെ എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ പഠിക്കാൻ ശ്രമിക്കാതിരുന്നിട്ടാണ് എന്നുള്ള ലെവലിലേക്ക് നമ്മൾ മാറി ചിന്തിക്കുക. അങ്ങനെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ഒരു ഐഡന്റിറ്റി, ഒരു ലേബൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നും ഒഴിവാകാവുന്നതാണ്. ഈ ഒരു ടെക്നിക്ക് നമ്മുടെ ലൈഫിൽ നിങ്ങളും പ്രാക്ടീസ് ചെയ്തു നോക്കുക. അങ്ങനെ നമുക്ക് നെഗറ്റീവ് ട്രാപ്പിൽ നിന്ന് നമുക്ക് ഒഴിവാക്കിയെടുക്കാവുന്നതാണ്. അത് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഞാൻ ഇത്രയോ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് നിങ്ങൾക്ക് നിങ്ങളോട് നിങ്ങൾ ഏത് ഐഡന്റിറ്റി ആണോ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയിട്ടുള്ളത്, ആ നല്ല ഐഡന്റിറ്റി ആണെങ്കിൽ പോലും അത് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒഴിവാക്കുക. എന്നാൽ നെഗറ്റീവ് ആയിട്ടുള്ള ഐഡന്റിറ്റി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു കുരങ്ങൻ നിലക്കടല പിടിച്ചു വെച്ചതുപോലെ അല്ലെങ്കിൽ മധുരപലഹാരങ്ങൾ പിടിച്ചു വെച്ചതുപോലെ ഒരു ഭാരം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാരത്തെ നിങ്ങൾ ഒഴിവാക്കി
നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു കഴിവിലേക്ക് ആ ഒരു നെഗറ്റീവിനെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ നിങ്ങളുടെ നല്ല ക്യാൻവാസിൽ നിങ്ങൾ വരച്ചു തീർക്കേണ്ടതാണ് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എൻ്റെ ഈ സെഷൻ ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പോയിന്റ്സ് നിങ്ങളുടെ ലൈഫിൽ കണക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഒന്ന് ആഡ് ഓൺ ചെയ്ത് സംസാരിക്കാം. ഹലോ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. കണക്ട് ചെയ്തിട്ടുണ്ടോന്ന് വെച്ചപ്പോ എനിക്ക് ഓർമ്മ വന്നത് മാം ഡ്രൈവിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇതുപോലെ ഞാൻ ലൈസൻസ് എടുത്ത് വെച്ചിട്ട് കുറേ വർഷങ്ങളായി. എന്നിട്ട് പക്ഷെ ഞാൻ സ്കൂട്ടർ ഓടിക്കണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു. കുറെ വർഷങ്ങളായി അങ്ങനെ എടുത്തത്. പക്ഷെ എനിക്കൊരു നെഗറ്റീവ് തോട്ട് ഉണ്ടായിരുന്നു. എനിക്ക് ഹൈറ്റ് കുറവ് കാരണം കൊണ്ട് ഈ കാല് കുത്താൻ പറ്റൂലെങ്കിലോ എന്നൊക്കെ ഉള്ള ഇതായിട്ട് ഞാൻ തീരെ എടുത്തില്ല. കുറെ വർഷങ്ങളായി എടുത്ത് വെച്ചിട്ട് പിന്നെ ഒരു സാഹചര്യത്തിൽ ഒരു ജോബ് കിട്ടിയപ്പോ എടുക്കേണ്ടി വന്നു. അങ്ങനെ പിന്നെ പിന്നെ ബസ്സിൽ പോയി ഓട്ടോയിൽ പോയി അങ്ങനെയൊക്കെ ചെയ്യുന്നപ്പോ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായപ്പോ ആ ഒരു സാഹചര്യത്തിൽ പിന്നെ ഞാൻ ഇപ്പൊ അടിപൊളിയായിട്ട് ഓടിക്കും. അപ്പൊ അങ്ങനെ ഒരു തോട്ട് വെച്ച് ഞാൻ കുറെ വർഷം ഇപ്പൊ നടന്നു. അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റും. എനിക്ക് ഹൈറ്റ് കുറവാനും കാല് കുത്താൻ പറ്റിയില്ലെങ്കിലോ അങ്ങനെയൊക്കെയുള്ള പേടിയായിരുന്നു എനിക്ക്. അപ്പൊ അത് പറഞ്ഞപ്പോ എനിക്ക് അതാണ് ഓർമ്മ. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു. ഇതുപോലെ നമുക്ക് എല്ലാവർക്കും നമുക്കൊരു ഇത് ഉണ്ടായിരിക്കല്ലേ, നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മളെ കൊണ്ട് പറ്റൂല അങ്ങനെയുള്ള തോട്ടുകൾ. അത് എന്തായാലും അടിപൊളി ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സജ്ന മാം. ഗുഡ് മോർണിംഗ് സീന മാം. ഗുഡ് മോർണിംഗ് സജ്ന മാം. നല്ലൊരു സെഷൻ ആയിരുന്നു കേട്ടോ. നമ്മളറിയാതെ നമ്മളെ മക്കൾക്ക് ഇങ്ങനെ ഒരു ഐഡന്റിറ്റി നമ്മൾ കൊടുക്കാറുണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് മോൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും അടങ്ങി നിൽക്കില്ല, വികൃതിയാണ്, അങ്ങനെ നമ്മൾ മക്കൾക്കാണ് കൊടുക്കും. ഇത് കേൾക്കണ മക്കള് അവരിത് എടുക്കും അല്ലെ. അവര് നെഗറ്റീവായിട്ടാണെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെയാണ് ഒരിക്കലും അത് അവര് നിർത്തില്ല. നമ്മൾ നിർത്താൻ വേണ്ടിയാണ് പറയുന്നത് എങ്കിലും പക്ഷെ അവരത് നിർത്തില്ല. നമ്മളവിടെ കൊടുക്കുന്നത് എന്താണ്, ഇവർക്കൊരു ഐഡന്റിറ്റിയാണ്. അപ്പൊ നല്ലൊരു സെഷന് അടിപൊളിയായിട്ട് എടുത്തു. താങ്ക് യു. താങ്ക് യു സജ്ന മാം. വളരെ സൊസൈറ്റിയാണ് ശരിക്കും കൂടുതൽ നമ്മളിലേക്ക് ഈ ഒരു ഐഡന്റിറ്റി ലേബല് ഉണ്ടാക്കി തരുന്നത്. നമ്മളെക്കാളേറെ നമ്മളല്ല കൂടുതൽ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത്. ഒന്നുകിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ തന്നെ. അതിൽ പാരന്റ്സിന് നല്ല റോളുണ്ട്, അതുപോലെ തന്നെ സൊസൈറ്റിക്ക് മൊത്തത്തില് റോളുണ്ട്. നല്ല ക്ലാസ് ആയിരുന്നു മാം. നമ്മൾ പരിശ്രമിക്കുകയാണ്, എന്തും നമുക്ക് സാധിക്കാത്ത ഒരു കാര്യം ഈ ലോകത്തിൽ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതിന് നമ്മൾ ഇറങ്ങണം, പരിശ്രമിക്കണം. അല്ലാതെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. എനിക്കത് കഴിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനെ വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്കത് കിട്ടാതിരിക്കില്ല. ഓക്കെ, ശരി തന്നെയാണ്. എന്തായാലും വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. മാമിന്റെ പേരെന്താണ്? വിഭവന്നേ കാണിക്കുന്നുള്ളൂ. എന്റെ കോമളവല്ലി. അറിയാം. പ്രോബ്ലം കാരണമാണ് ഞാനിതിപ്പോ നെറ്റിന്റെ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ വരാൻ പറ്റില്ല. വെൽക്കം. വീഡിയോയിൽ ഇടയ്ക്ക് വന്നു. അപ്പൊ ആ നെറ്റിന്റെ പ്രോബ്ലം കൊണ്ട് എനിക്ക് കേൾക്കാൻ പറ്റാതെ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ നെറ്റ് ഓഫ് ചെയ്തതാ. വീഡിയോ ഓഫ് ചെയ്തതാ. കണ്ടു. പിന്നെ മാം വളരെ നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. നമ്മള് മറന്നു പോകുന്ന ചില കാര്യങ്ങള് കാലത്ത് ഓർമ്മിപ്പിച്ചു. അതായത് പഠിച്ച കാര്യങ്ങള് നമ്മൾ അറിയാതെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ എടുക്കുമ്പോൾ ആ പഠിച്ച കാര്യങ്ങൾ നമുക്ക് പ്രായോഗികമായി ഉപയോഗിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വരും. അത് കാലത്ത് വളരെ നല്ല രീതിയിൽ പറഞ്ഞു. താങ്ക് യു. താങ്ക് യു ചന്ദ്രലേഖ മാം. ചന്ദ്രകല മാം അല്ലേ? ഓക്കെ. യെസ്.
ഹാപ്പി മോർണിംഗ് മാഡം. ഹാപ്പി മോർണിംഗ്. മാഡം ഐഡന്റിറ്റിനെ പറ്റിയിട്ട് പറഞ്ഞ ലാസ്റ്റിലാണ് കുറച്ച് കേട്ടത്. അപ്പോൾ അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് അത് നല്ല കാര്യമാണ്. പക്ഷെ ലാസ്റ്റിൽ പറഞ്ഞ ഇപ്പൊ നമ്മുടെ ആരോഗ്യം, മനസ്സ്, അപ്പൊ സാഹചര്യം അതൊക്കെ നോക്കിയിട്ടല്ലേ നമ്മള് എന്തൊരു കാര്യങ്ങള് എന്താ പറയണ്ട ചെയ്യണോ ചെയ്യണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. തീരുമാനിക്കേണ്ടത്. അപ്പോ അതില് ആ മേഡം പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിക്കാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. ഏതിലാണ്? നമ്മളെ ഒന്നും നോക്കാതെ ചെയ്യുന്ന ആളുകളെയാണോ? അല്ല മേഡം അവസാനം പറഞ്ഞില്ല, ഇപ്പൊ എന്താ പറയണ്ട, ഇപ്പൊ ഈ നമ്മള് വണ്ടി ഓടിക്കുന്നതാണെങ്കിൽ അത് എനിക്ക് കഴിയില്ല, അല്ലെങ്കിൽ മറ്റത് കഴിയില്ല. അപ്പൊ നമ്മളെ ആരോഗ്യം, മനസ്സിന്റെ അതെ, അവസ്ഥ, ആരോഗ്യം കൂടെ കൺസിഡർ ചെയ്യണം. ശരിയാണ്. സാഹചര്യം, ഇപ്പൊ നമ്മളിപ്പോ ഒരു ഡോക്ടർ ആണെന്ന് ഒരു കുട്ടി വിചാരിക്കുന്നത്. അതെ, ആ അപ്പൊ ബുദ്ധി അവനെ അങ്ങനെ സംബന്ധിച്ചോളം എന്തെങ്കിലും. ആ ഒരു രീതിയിലേക്ക് വരാനുള്ള സാമ്പത്തികമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് അവരെ അതെ, മാതാപിതാക്കൾക്ക് ഉണ്ടാണോ എന്ന്. പിന്നെ ആ ഒരു ഇന്റലിജൻസ് വേണല്ലോ അതിനോടുള്ള. ഒരു മൈൻഡ്, ആ, എല്ലാവരെയും അങ്ങനത്തെ ഒരു നിരീക്ഷിക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ടാവണോ. അതെ അതെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ആരോഗ്യം അതിൽ വലിയ പ്രശ്നമില്ല. എന്താ വെച്ചാൽ ഡോക്ടർ ആകുമ്പോ എന്ന് പറയണ ഒരു രീതിയിൽ ആരോഗ്യത്തിന്റെ പ്രശ്നമല്ല. പക്ഷെ അപ്പൊ അതിന് ആ അങ്ങനെയുള്ള കുട്ടിക്ക് ആ സ്കില്ലുണ്ടോ, അതുപോലെ തന്നെ അത് പഠിച്ചെടുക്കാനുള്ള ഒരുപാട് എന്താ പറയാ, ആ ഒരു മേഖല വലിയ ബുദ്ധിമുട്ടാണല്ലോ. അതും കൂടെ അതെ. കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ആ അങ്ങനെ കുറെ ആൾക്കാർ പിന്മാറിയിട്ടുണ്ട്, പൈസ ഒരുപാട് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ട്. എന്താ പറയണ്ട, പിന്നെ ഞാൻ ഇപ്പൊ അടുത്ത് എന്താ പറയണ്ട ഒരു 2 മാസം മുന്നേ ഒരു ആളെ കണ്ടത്. അവര് എന്താ പറയണ്ട മൈൻഡ് ഹെൽത്ത് പോലെയുള്ള ക്രിമിനൽ ഇതായിട്ടുള്ള എന്തോ പഠിക്കേണ്ടിട്ടാ വന്നത്. ആ പോലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതിൻ്റെയൊക്കെയുള്ള ക്രിമിനൽ ആയിട്ടുള്ള രീതിയിലുള്ള. അപ്പൊ അത് അവർക്ക് മനസ്സിന് യോജിക്കുന്നില്ല. അപ്പോ ഇത് സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ 2 മാസമായിട്ട്. അപ്പൊ 1 കോടി ഉറുപ്പ്യ എന്ന് പറയണ 4 വർഷത്തേക്ക് 5 വർഷത്തേക്ക് കോഴ്സാണ്. അപ്പൊ 1 കോടി ഉറുപ്പ്യ അഡ്വാൻസ് ആയിട്ട് കൊടുത്ത് 1 കോടി സംതിങ്. അപ്പൊ ആ കുട്ടി പഠിക്കാനുള്ള എന്ന് പറയണ ആകുന്നില്ല, തീരെ ഉറക്കം വരുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അപ്പം ഒഴിവാക്കാനും പറ്റുന്നില്ല, ഇത്രയും പൈസ ചെലവായില്ലേ. അതെ 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 അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മള് അതെ, പല ഫാക്ടേഴ്സും ഉണ്ട്. ഞാൻ അതെല്ലാം ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെ മാറ്റി വെക്കല്ലോ. നമുക്ക് ഇതൊന്നും ഒരു കുഴപ്പമില്ലായിട്ട് പോലും ചില ആളുകൾ മാറ്റി വെക്കല്ലോ. അത് നമ്മള് എന്താകണം, നമ്മുടെ മനസ്സിൽ അതൊന്നുകൂടെ എനിക്ക് പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരണം എന്നാണ് ഉദ്ദേശിച്ചത്. അല്ലാത്ത ഇത്തരം സിറ്റുവേഷനിൽ നമ്മൾ അതിന്റെ ബാക്കിയുള്ള ഫാക്ടേഴ്സ് കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമുക്കത് സാധിക്കുമോ. പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ ഫിനാൻഷ്യൽ എന്നുള്ളതൊക്കെ വലിയൊരു ഫാക്ടർ തന്നെയാണ്. നമുക്ക് അതെ പറ്റാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ ചാടി ഇറങ്ങിയിട്ട് കാര്യമല്ലല്ലോ. അതെ. അപ്പൊ ഐഡന്റിറ്റി മുന്നേ പറഞ്ഞ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രാക്ടിക്കൽ ആണ്. അപ്പൊ ഞാനത് എന്താ പറയണ്ട, ഇപ്പൊ കാര്യമായിട്ട് മേഡം പറഞ്ഞാണ് കാര്യമായിട്ട് ശ്രദ്ധയിലേക്ക് വന്നത്. അതെ, നല്ല എന്താ പറയണ്ട ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു. പ്രദീപൻ സാർ. സാറെന്ന് വിളിക്കാൻ മാത്രം ഞാൻ അത്രയൊന്നും എന്താ പറയണ്ട. ഇപ്പൊ സാർ എന്ന് പറയുന്നത് ഒരു എന്താ പറയണ്ട എന്തൊക്കെ കുറച്ച് കഴിവുള്ള ആൾക്കാർക്കാണ്, അല്ലെങ്കിൽ എന്തൊക്കെ അതോറിറ്റി ഉള്ള ആൾക്കാരാണ് സാർ എന്നാണ് വിളിക്കുന്നത്. എന്റെ അങ്ങനത്തെ രീതിയിലൊന്നും ആയിട്ടില്ല. അപ്പൊ ആവട്ടെ, ദൈവം സഹായിച്ചിട്ട് അങ്ങനെ ആവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇങ്ങനെയൊക്കെ ഓരോരോ പ്രോഗ്രാമിൽ സംസാരിക്കണം എന്നൊക്കെ അങ്ങനത്തെ രീതിയിലൊന്നും ആഗ്രഹമുണ്ട്. അതായി പ്രദീപൻ സാർ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മളുടെ വിമ്പിൾ അക്കാദമിയിലെ എല്ലാവരും സാറും മാമുമാണ്. പാർട്ടിസിപ്പൻസ് ആയാലും ക്ലാസ് എടുക്കുന്നവരായാലും ട്രെയിനേഴ്സ് ആയാലും നമ്മളെല്ലാവരും അങ്ങനെയാണ് വിളിക്കാറ്. സാറ്, മാം, മാഡം അങ്ങനെയൊക്കെ തന്നെയാണ് വിളിക്കാറ്. പക്ഷെ എനിക്കത് ഇതിനെക്കാട്ടും കൂടുതൽ ഞാൻ എന്റെ പ്രൊജക്ട് ഡിസ്കവർ മൈക്രോവിഷൻ എന്നാണ്. അതാണ് ആ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്നെ ഇപ്പൊ കൂടുതൽ ആൾക്കാർ പ്രദീപ് ഡിസ്കവർ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അതൊരു എന്റെ ഐഡന്റിറ്റി. മേഡം ഇപ്പൊ പറഞ്ഞ ഐഡന്റിറ്റി എനിക്ക് കൂടുതൽ പ്രോത്സാഹനം, അല്ലെങ്കിൽ എന്തോ ഒരു പിന്നെയും എന്തൊക്കെ ആ ഒരു സംഭവം ചെയ്യാനുള്ള ഒരു ഇത് വരുന്ന ഒരു ഡിസ്കവർ എന്ന് വിളിക്കുമ്പോ എന്തോ ഒരു ഉത്തേജനം, അല്ലെങ്കിൽ ഒരു സുഖം ഇതൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ദയവരിച്ചിട്ട് പ്രദീപ് ഡിസ്കവർ എന്ന് വിളിച്ചാൽ നല്ലതായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒരു പ്രശ്നവുമില്ല. എന്നെ സംബന്ധിച്ചോളം എനിക്കാണല്ലോ സുഖം കിട്ടേണ്ടത്. അപ്പോ പറയുന്നത് നിങ്ങൾക്ക് സുഖമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത്. പ്രദീപ് ഡിസ്കവർ. അപ്പൊ നല്ലൊരു പറയണ്ട. ആ ഒരു പേര് എങ്ങനെയുണ്ട് മാഡം? ഉഷാറ്. ഏതായാലും പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് എത്തി നോക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും ആ ഒരു പേരിലേക്ക് എത്തിച്ചത്.
അപ്പോൾ അതൊരു നല്ലൊരു പ്രൊജക്റ്റ് ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇങ്ങനെ സ്റ്റഡി ചെയ്ത് നല്ലതാവട്ടെ, പബ്ലിക്കില് ഉഷാറാവട്ടെ. അപ്പൊ ഈ ഇങ്ങനെയുള്ള ഒരു മേഡത്തിനെ പോലെയുള്ള ആൾക്കാരല്ല, എല്ലാവരും സഹായം വേണം. ഓരോരോ തരത്തിലുള്ള ഇപ്പൊ ഇതിൽ ഓരോ കാര്യം പറയുന്നുണ്ടല്ലോ, മേഡം പറയുന്ന പോലെ മറ്റുള്ള ആൾക്കാർ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവരുടെയും എന്താണ് ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക, കണക്ടിങ് വേൾഡ്, ഡിസ്കസിങ് വേൾഡ്, ഡിസ്കവറിങ് വേൾഡ്, അങ്ങനെയൊക്കെ സേഫ്റ്റി വേൾഡ്, അങ്ങനത്തെ രീതി ഡിസ്കവർ മൈക്രോ വേൾഡ് ആയിട്ട് മാറും. അത് ഇപ്പം മൈക്രോ വിഷൻ നമ്മൾ ചെറിയ രീതിയിലല്ലേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വലിയ ആശയങ്ങളുണ്ട്. എത്രത്തോളം നമ്മൾ സ്മോൾ അങ്ങനെ 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 വലിയ ഇതിലേക്ക് എത്തട്ടെ. അപ്പൊ അങ്ങനെ നമ്മൾ എത്രത്തോളം പ്രവർത്തിക്കുന്നു അതിനനുസരിച്ചിരിക്കും അതിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ എനിക്ക് മുഴുവനായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് എന്റെ പുതിയ തലമുറ, അല്ലെങ്കിൽ എന്റെ പുതിയ തലമുറ എന്റെ കുഞ്ഞുങ്ങളാണെന്നില്ല, അത് പുതിയ ജനറേഷൻ അതിനെ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പം ഞാൻ എന്താ പറയണ്ട, ഇല്ലാതായാൽ തന്നെ പുതിയൊരു തലമുറ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ രീതിയിലുള്ളൊരു വിഷനാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പം മേഡം പറഞ്ഞത് എന്താ പറയണ്ടേ, നന്ദി എന്താ പറയണ്ടേ, അങ്ങനെ ആവട്ടെ. അപ്പൊ മേഡത്തിന്റെ അഡ്വൈസും അങ്ങനെയുള്ള രീതിയിലുള്ള സപ്പോർട്ടും വേണം ഓൾറെഡി. അതെ, ആ ഒരു ഇത് മാത്രം പോരാ, കുറച്ച് ഒരാളിൽ ഓരോരോ കാര്യങ്ങൾ ഉണ്ടല്ലോ. മേഡം ഐഡന്റിറ്റി പറഞ്ഞു, മുന്നേ മേഡത്തിന്റെ ഒരു ക്ലാസ് ഞാൻ കേട്ടിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കൂടുതൽ പ്രാധാന്യം, ജീവിതത്തിലുള്ള ഓരോരോ പഠനങ്ങൾ. അത് പിന്നീട് പറയാം. ഇപ്പൊ രാവിലെ ഒരുപാട് സമയം എല്ലാവർക്കും എന്താ പറയണ്ടേ, മൈൻഡപ്പ് ചെയ്യാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ വേണ്ടേ, ഓരോരോ സംഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ സമയം പ്രധാന ഘടകമാണല്ലോ എല്ലാത്തിന്റെയും. ശരിയാണ്. ഓക്കെ സജിന മാം, ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പറയാം. അപ്പൊ മോർണിംഗ് സർക്കിൾ ഇന്ന് എത്രാമത്തതായിരുന്നു നമ്മുടേത്? 474 അപ്പൊ 500ലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 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 ഉയരങ്ങളിലേക്ക് 500, 1000, 10,000 അങ്ങനെ അങ്ങനെ പോവട്ടെ. 543 അല്ലേ? 443. എന്തായാലും വളരെ വലിയൊരു പ്ലാറ്റ്ഫോമാണ്. പുതിയ പുതിയ ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഏതായാലും ഇനിയും നല്ല ഉയരങ്ങളിലേക്ക് പോവട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രത്യേകിച്ച് മാമിന്റെ ഒരു കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. ഓരോ ടോപ്പിക് ആളുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു എന്താണ് പറയാ, നമ്മളൊരു ദൗത്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ വളരെ വളരെ ഭംഗിയായിട്ട് തന്നെ മാമ അത് കൊണ്ടുപോകുന്നുണ്ട്. അതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം മാം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഓൾ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് ആവട്ടെ. എല്ലാവരുടെയും കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ. എല്ലാവരെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഓക്കെ, താങ്ക് യു. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, സ്നേഹം, സന്തോഷം. ഗുഡ് മോർണിംഗ്, ഹാപ്പി മോർണിംഗ്, ലവ്ലി മോർണിംഗ്. ബൈ ബൈ.